ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമല്ലാത്ത ആൾക്കാരില്ലേ. അതായത് ഫേസ് പാക്ക് ഇടാൻ ഇഷ്ടമാണ്, ബ്രൈറ്റൻ ചെയ്യാനും ഇഷ്ടമാണ് ഫേസ്. പക്ഷേ ഫേസ് പാക്ക് ഇട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കഴുകിക്കളയുകയും ചെയ്യാം. അതിനേക്കാളും പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടുന്ന ഒരു സൂപ്പർ ഒരു അഡാറ് രീതിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഫേസ് പാക്ക് അല്ല, ഒരു സ്ക്രബാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കാരണം എൻ്റെ ഈ വീഡിയോ, എൻ്റെ ഈ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റേതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതുകൂടി ഇനേബിൾ ചെയ്തേരെ. കാരണം ഞാൻ എല്ലാ ദിവസവും 12:30-ക്കാണ് വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് ആ ബെൽ ബട്ടൺ ഇവിടെ ഒന്ന് ഓണാക്കി വെക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് കാര്യം പറഞ്ഞ് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. ഞാൻ ഈ സ്ക്രബിന് വേണ്ടി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓട്സാണ്. ഓട്സിൻ്റെ പൊടി അതിങ്ങനെ പൊടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അരി വാർക്കുന്ന കഞ്ഞിവെള്ളം, അതിങ്ങനെ കുറേ നേരം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു അടിമട്ടടിയല്ലോ, ആ ഒരു പോർഷനാണ് എടുത്തേക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഫേസിൽ കുറച്ച് എണ്ണ തൊട്ട് തേച്ചിട്ടുണ്ട്. ഞാൻ എണ്ണ തേച്ച് കുളിക്കുന്ന ഒരാളായതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് എണ്ണ തേച്ച് കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ എണ്ണ തേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നിങ്ങൾക്ക് മഞ്ഞൾ അലർജി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്ത് തേക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞൾ അലർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്തൂരി മഞ്ഞളുണ്ടല്ലോ, കസ്തൂരി മഞ്ഞളല്ലടാ, നമ്മുടെ രക്തചന്ദനം ഇട്ടിട്ട് ഇതേപോലെ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് പാക്കല്ല, നമ്മുടെ സ്ക്രബ് ഇട്ട് കൊടുത്തിട്ട് അന്നേരം തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നു വേണ്ട. അന്നേരം തന്നെ നമുക്ക് ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ട് നമുക്ക് റൗണ്ടായിട്ട് അതിൻ്റെ പൾപ്പൊക്കെ നന്നായിട്ട് ഞെക്കി എടുത്ത് പൾപ്പൊക്കെ നന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ട് റൗണ്ടായിട്ട് ടൈം എടുത്ത് തന്നെ ഒരു 20 മിനിറ്റെങ്കിലും സമയം എടുത്ത് തന്നെ നമ്മുടെ ഫേസിൽ സ്ക്രബ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അന്നേരം തന്നെ റിമൂവ് ചെയ്യാം. മുഖം കഴുകി നല്ല വൃത്തിയാക്കാം. അപ്പോൾ തന്നെ നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്കാണ്. ഇങ്ങനെ പാക്കൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്യാൻ മടിയുള്ളവർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മൾ അത് പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനേക്കാളും പെട്ടെന്ന് തന്നെ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്നതൊക്കെ കണ്ടല്ലോ. നമുക്ക് ഒരുപാട് നേരം ഫേസിലൊന്നും വെച്ചേക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റമാണ് ഓട്സ്. ആരുടെയും വീട്ടിലില്ലാതില്ല. അപ്പോൾ ഓട്സും നമ്മൾ അരി വാർക്കുന്ന കഞ്ഞിവെള്ളവും മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഫേസിലിട്ട് കുറേ നേരം വെക്കുകയും വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ, താങ്ക് യു.